ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കിഴക്കമ്പലം ജംഗ്ഷനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 380 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9.5 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്ററും കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് വെറും 1.5 കിലോമീറ്ററാണുള്ളത്. ഒത്തിരി വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും അഥവാ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും നടക്കാവുന്ന ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. 4.5 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടൽ വിരിച്ച വഴിയാണ് വീടിന് മുന്നിലായി നൽകിയിരിക്കുന്നത്. ടെക്സ്ചർ ഡിസൈനും GI ട്യൂബും എല്ലാം നൽകി വളരെ മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയ 2 ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 കാറുകൾ വരെ ഒരേ സമയം നമുക്ക് ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. മനോഹരമായി തന്നെ നല്ല ഗാർഡൻ വർക്കുകളെല്ലാം വീട്ടുമുറ്റത്ത് നൽകിയിട്ടുണ്ട്. 3-4 ആളുകൾക്ക് വരെ സുഖമായി ഈ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കാവുന്നതാണ്. ആവശ്യത്തിന് സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നതും. മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന 2 പാളികളുള്ള ഒരു മെയിൻ ഡോറും നമുക്കിവിടെ കാണാം. അതിനോടൊപ്പം തന്നെ ഒരു മോഡേൺ ലുക്കിലുള്ള ഫ്രഞ്ച് വിൻഡോയും ബിൽഡർ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ ഒരു ഭാഗത്തായി ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നമുക്കിവിടെ കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു L ഷേപ്പിൽ വരുന്ന സോഫ സെറ്റ് നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മാർബിൾ ഫിനിഷിൽ വരുന്ന നല്ല ക്വാളിറ്റി മൈക്കുകൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ വീടിന്റെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നതും. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്തായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിഗംഭീരമായ ഒരു പാർട്ടീഷൻ വർക്കും കടന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. 6 മുതൽ 8 പേർക്ക് വരെ ഇരിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്പം വ്യത്യസ്തമായൊരു ലുക്കിൽ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ തൊട്ട് ചേർന്ന് തന്നെ മറ്റൊരു വാട്ടർ ഫൗണ്ടൻ കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. നമ്മളിനി നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ അല്പം കോസ്റ്റ്ലിയും വലിപ്പവുമുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസിൽ വരുന്ന കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബീജ് ഷെയ്ഡിലാണ് ഇവിടെ കിച്ചൺ കബോർഡിന്റെ കളർ തിരഞ്ഞെടുത്തിരിക്കുന്നതും. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും നമുക്കിവിടെ കാണാം. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റഡി ടേബിളും സ്റ്റോറേജ് സ്പേസും വാർഡ്രോബും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡായി തന്നെ നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ജാഗ്വാർ സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കിവിടെ മനോഹരമായൊരു ഷാൻലിയർ തൂക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. GI ട്യൂബിൽ ഉടൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകൾ ചെയ്തിരിക്കുന്നതും. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 9 അടി നീളവും 8 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള വളരെ വലിപ്പമുള്ളൊരു വാർഡ്രോബും കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു ഭാഗത്തായി നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. മൊറോക്കൻ ഡിസൈൻ ടൈലൊക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവായി തന്നെയാണ് വീടിന്റെ ബാത്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 11 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറുകൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. വാർഡ്രോബുകൾ കൂടാതെ മറ്റൊരു ഭാഗത്ത് സ്റ്റഡി ടേബിളും കൂടാതെ ഡ്രസ്സിംഗ് ടേബിളും ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം.
അവസാനമായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഇവിടിന്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അല്പം വെറൈറ്റി ഡിസൈനിൽ തന്നെ ഇവിടെ ഇരിക്കുന്നതിനായിട്ട് ഒരു ബെഞ്ചെല്ലാം ബിൽഡർ നൽകിയിട്ടുണ്ട്. ടഫൺ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡിലുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 380 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്, കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.